Hello, good evening, and welcome to Super Prime Time Live Show 3-in-1, powered by Time Express Cargo. Yes. അപ്പോൾ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് Green Olives Beauty Salon and Ujala. യെസ്, അപ്പോൾ ഉജാലയാണ് നമുക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ, അതുപോലെ തന്നെ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിന്റെ ഒരു വൗച്ചർ കൂടി നമുക്ക് കിട്ടും. അപ്പൊ എന്തായാലും ഇന്നൊരു മൺഡേ ആയിട്ട് ഞാനും ഷെഹനാസും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഷെഹനാസ് നമ്മൾ ആദ്യമായിട്ടാണ് ഷോ ചെയ്യുന്നത് അല്ലേ? അതെ, ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ്, പക്ഷെ അടിപൊളിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വിചാരിച്ചു ഷെഹനാസിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയാൻ തീരുമാനിച്ചു. അതുപോലെ ഇന്ന് ഷെഹനാസ് ആണ് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അതിന്റെ ഇടയ്ക്ക് സംസാരിക്കാം, അത് വേറെ കാര്യം. പക്ഷേ ഷെഹനാസ് എന്തൊക്കെയാ ഷെഹനാസ് വിചാരിക്കുക ഇതെന്താണ് പെനി മാത്രം സംസാരിക്കുന്നത് ഫുള്ള് എന്റെ തലക്കിടും. എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങൾ? ഓണം അടിച്ചു പൊളിച്ചു ഷെഹനാസ്. എനിക്ക് എന്തായാലും ഷെഹനാസെ കാണാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് കാരണം ഞാൻ വിചാരിക്കായിരുന്നു എപ്പോഴാണ് ഇനി ഷെഹനാസിന് നമ്മളൊരു ഷോ ചെയ്യാം. ഞാനപ്പോ പറയുകയും ചെയ്തു നിരഞ്ജേട്ടനോട്, ഓക്കെ നെക്സ്റ്റ് ടൈം നമ്മളൊരു ഷോ ചെയ്യാം. ഇന്നും നാളെ മറ്റന്നാളും നമ്മളല്ലായിരുന്നു അല്ലേ? അതെ, അപ്പൊ ഇന്നെന്തായാലും ഞാൻ അല്ലായിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് യാദൃശികമായിട്ടാണെങ്കിലും എനിക്ക് ഷെഹനാസിനോട് ഷോ ചെയ്യാൻ പറ്റി. ഷെഹനാസ് നാട്ടിൽ എവിടെയാണ്? മലപ്പുറം അല്ലെ? മലപ്പുറം. എന്തൊക്കെയാണ് മലപ്പുറത്തെ വിശേഷം? മലപ്പുറത്ത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അവിടെ ഭയങ്കര ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നുമല്ല. അപ്പൊ എല്ലാരും ഭയങ്കര ഓക്കെ. അപ്പൊ എന്തായാലും വേറൊരു കാര്യം എനിക്ക് ചോദിക്കാം, ഫസ്റ്റ് ആയിട്ടുള്ള ദുബായ്, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഷെഹനാസ് ഇപ്പൊ റീസെന്റ് ആണ് നമ്മുടെ UAE വന്നത്. അപ്പൊ ദുബായിൽ വന്നിട്ട് ഷെഹനാസിന്റെ ആദ്യത്തെ ഓണം അത് നമ്മുടെ UBL വെച്ചിട്ട്. അതെ അതെ, അടിപൊളിയായിരുന്നു. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു ഷെഹനാസ്? നമ്മളുമായിട്ടുള്ള ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് അല്ലേ? പിന്നെ എല്ലാരും നല്ല രസമല്ലേ, എല്ലാരും നല്ല ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതാണ്, അതുകൊണ്ട് ഷെഹനാസ് നല്ല ഫ്രണ്ട്ലി ആണ്. പുതിയ കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അതെ. അപ്പൊ ഷെഹനാസിന്റെ എനിക്ക് വിശേഷങ്ങൾ അറിയാനുള്ളത്, ഓണം നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തത്. എനിക്ക് എന്തായാലും ഞാൻ അപ്പൊ പറയായിരുന്നു, എന്റെ ഓണം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഞാൻ സദ്യ കഴിച്ചു തുടങ്ങി. കഴിഞ്ഞ ആഴ്ച അത് അടിപൊളി. എത്ര സദ്യ കഴിച്ചു? അപ്പൊ ഒരു 3-4 കാണും. ഓ, എന്തായാലും പക്ഷെ ആകെ 2 സദ്യ കഴിച്ചുള്ളൂ. 2 കഴിച്ചില്ല, അതൊന്നും ഏറ്റവും നല്ല കാര്യമാണ്. ഈ ആഴ്ച ആക്ച്വലി സാറ്റർഡേ ഞങ്ങൾ ഉച്ചയ്ക്ക് പോയി ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈവനിങ് ഇവിടെ ഷോ ഉണ്ടായിരുന്നു. നമ്മുടെ ശ്വേത മേനനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ തലേ ദിവസം നമുക്ക് നേഹയായിരുന്നു. ആരായിരുന്നു വന്നിരുന്നത്? നമുക്ക് നേഹ. അപ്പൊ നമുക്ക് ഓരോ ദിവസവും നമ്മള് ഓണത്തിന് നല്ല ഒരു സമ്മാനമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ കൊടുത്തത് അല്ലേ? അടിപൊളിയായിരുന്നു. അതെ, കാരണം കുറെ കോളേഴ്സിനെ നമുക്ക് കിട്ടി അല്ലേ ഷെഹനാസ്? നേഹൊക്കെ ഭയങ്കര രസമാ, എന്താ റീൽസ് ഒക്കെ എടുക്കാൻ. അതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലെ? ഓക്കെ. എന്തായാലും ഷെഹനാസ് നമ്മുടെ UAE വന്നിട്ട് ദുബായിൽ ആദ്യത്തെ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ എല്ലാവരും, അതും സെലിബ്രിറ്റീസിന്റെ ഒക്കെ കൂടിയാണ് ഷെഹനാസും ഓണം ആഘോഷിച്ചത് അല്ലെ? തീർച്ചയായിട്ടും. അത് പിന്നെ നമ്മളൊരു ചെറിയ സെലിബ്രിറ്റി നമ്മളങ്ങ് വിശ്വസിക്കും. നമ്മളും നാളെ സെലിബ്രിറ്റി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, നമ്മളിപ്പോ തന്നെ നമ്മൾ ഷോ ചെയ്യുന്നില്ലേ? അതാണ്. അതുപോലെ ഞങ്ങളിപ്പോ വരുന്ന വഴിയിൽ ഞങ്ങൾ ഇങ്ങനെ കുറെ സംസാരിക്കാറ്. അപ്പൊ ഞാൻ ഷെഹനാസിനോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സിനിമകളെ കുറിച്ച് സംസാരിക്കുമായിരുന്നു അല്ലെ? സിനിമകൾ നമുക്ക് എന്നും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം നമ്മള് പുതിയ ഇറങ്ങുന്നതൊക്കെ നല്ലതാണെങ്കിൽ എന്തായാലും പോയി കണ്ടിരിക്കും. അതെ, ഞാനിപ്പം വെയിറ്റ് ചെയ്യും ചില മൂവീസ് ഒക്കെ വരാൻ. അതെ ഞാനിപ്പോ ഷെഹനാസിന് വെയിറ്റ് ചെയ്യുന്ന മൂവി ഏതാണെന്നറിയോ? ഏതാ? കടമറ്റത്ത് കത്തനാണ്. അതെപ്പോഴാണ് റിലീസ്? അടുത്തെന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ ആക്ച്വലി ഇപ്പൊ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു പടം എന്ന് വെച്ചാൽ നമ്മുടെ ARM എനിക്കൊന്ന് കാണണം. നമ്മുടെ ടൊവിനോയുടെ അജയന്റെ 2ാം മോഷണം. ഇന്നലെ കാണണം, പക്ഷെ ഇന്നലെ നല്ല തിരക്കായിരുന്നു. അതെ, കഴിഞ്ഞിട്ട് കാണാം. അതുപോലെ തന്നെ ഞാൻ വേറൊരു മൂവി എനിക്ക് കാണാനുള്ളത് ആസിഫ് അലിയുടെ റിവ്യൂസ് ആണ് വരുന്നത്. യെസ്, റിവ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഷെഹനാസ് എനിക്ക് എടുത്ത് പറയണം, ഞാനിപ്പോ ഒരു റിവ്യൂ കണ്ടതെന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു കാര്യം, അതിന്റെ ക്ലൈമാക്സ് ഇസ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാണ്. അപ്പം നമ്മൾ എന്തായാലും മിസ് ആവാതെ ഷെഹനാസും പോയി കാണണം. ആദ്യം കിഷ്കിന്ദ തന്നെ കാണും. ഓക്കെ, അപ്പൊ എന്തായാലും ARM കാണാനുണ്ട്, അതുപോലെ തന്നെ കിഷ്കിന്ദ കാണണം. അത് കൂടാണ്ട് വേറൊരു പടവും കൂടെ ഉണ്ട്. ഞാൻ ആക്ച്വലി ഗോട്ട് കാണാൻ പോയപ്പോ ഞാൻ അതിന്റെ ട്രെയിലർ കണ്ടു. ഓക്കെ, കൊണ്ടാൽ. അതിന്റെ ട്രെയിലർ കണ്ടപ്പോഴും ഇറ്റ് വിൽ ബി എ നൈസ് മൂവി എന്ന് എനിക്കൊരു ഫീല് കിട്ടി. അപ്പൊ എന്തായാലും അതും ഞാൻ റിവ്യൂ കണ്ടില്ല, പക്ഷെ എന്തായാലും എനിക്ക് അതും കാണണമെന്ന് ആഗ്രഹമുണ്ട്. 3 മൂവിയാണ് പെൻഡിങ്ങിൽ വെച്ചേക്കുന്നത്. കാരണം ഓണമായിട്ട് കൈ നിറയെ നമുക്ക് മൂവീസ് ആണ്. പക്ഷെ മൂവി ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മൂവി വരാത്ത അങ്ങനെ.
അപ്പൊ എന്തായാലും എല്ലാരും പോയി കാണാം, നല്ല മൂവി എന്നാ പറയുന്നത്. അതെ, അതും ഓണത്തിനൊക്കെ ഞാൻ പറയട്ടെ, നമ്മൾ എപ്പോഴും നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മൾ പോയി കാണുമ്പോൾ അതിന്റെ ബാക്ക് എൻഡിൽ എത്രമാത്രം സ്ട്രഗിളും പ്രയത്നവും അല്ലെ, അവരുടെ ഒരു എഫേർട്ട് ആണ് അവർ ആ സ്ക്രീനിൽ കാണുക. അതാണ് അവരുടെ ഒരു മൂവി റിലീസ് ആയി കഴിഞ്ഞാൽ അതൊന്ന് ഒരു ഹിറ്റ് ആകുമ്പോൾ അവരൊക്കെ കരയുന്നത് അതുകൊണ്ടാണ്. കാരണം അമ്മാതിരി ഒരു ഫീലിംഗ് ആണ് അവർ അത്രയും അതെ അതെ, നമുക്കറിയില്ല, ചിലപ്പോ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കാറുണ്ട്, പിന്നെ അറിയുന്നില്ലല്ലോ. അതുപോലെ തന്നെ ARM എന്ന് പറഞ്ഞ മൂവി ടോവിനോട് കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി തന്നെ ആയിരിക്കും. കാരണം ആൾ അതിന് വേണ്ടിയിട്ട് കളറി ആയാലും കുറെ എഫേർട്ട് എടുത്ത് ബോഡി തന്നെ മാറ്റിയിട്ടുണ്ട്. 3 ക്യാരക്ടറാണ് അതിൽ ചെയ്യുന്നത്. അപ്പം ആള് പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ആ 3 ക്യാരക്ടറും ഒന്നിലും ഒന്നായിട്ട് ഇങ്ങനെ തോന്നരുത്, നമുക്കൊരു റെപ്പറ്റീഷൻ വരരുത്, അതും ഡിഫറെന്റ്. യെസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരിക്കലും OTT-ൽ കാണാൻ വെയിറ്റ് ചെയ്യരുത്, നമ്മൾ എല്ലാരും പോയി തിയേറ്ററിൽ പോയി കാണണം. അതെ. എന്താണ് ഷാനവാസിന് പറയാനുള്ളത്? നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണ്ടേ? തിയേറ്ററിൽ പോയി കാണുമ്പോ വേറെ എഫക്റ്റ് അല്ലേ എല്ലാം, അല്ലേ? അതെ. പ്രത്യേകിച്ച് ARM ഒക്കെ ഭയങ്കര നല്ല മൂവി പറയുന്നത്. അതെ, എന്റെ ഫ്രണ്ട് പോയി കണ്ടിട്ട് പറഞ്ഞു ഇറ്റ്സ് എ നൈസ് മൂവി. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് കാണാൻ ആഗ്രഹമുള്ള മൂവിയാണ്. പിന്നെ ഷാനവാസ് പാട്ട് പാടുവോ? ഞാൻ കുറച്ചൊക്കെ. അന്നാ ഒരു പാട്ട് അങ്ങോട്ട് വീശ്. ഷാനവാസ് വിചാരിക്കും ഏത് പാട്ട് ഞാനിപ്പോ പാടും. അങ്ങനെ പറയുമ്പോ എനിക്ക് കൺഫ്യൂഷൻ വരും. പെട്ടെന്ന് ഒരാൾ പാടാൻ പറയും, അയ്യോ ഞാൻ ഏത് പാട്ട് പാടും. അത് സാരമില്ല, മനസ്സിൽ ഇപ്പൊ ഏത് പാട്ട് തോന്നുന്നു അതിന്റെ ഒരു 4 വരി നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മുടെ ഷാനവാസ് പാടാൻ പോവുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു പാട്ട് 2 ലൈന് പാടാം. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാതമ്പൊരു തഴുകുമൊരു തൂവൽ തിന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അത്. എന്റെയും. ഞാൻ ആക്ച്വലി ഈ പാട്ട് മുന്നേ ഇവിടെ പാടിയിട്ടുണ്ട്. അപ്പൊ അത് പാടിയപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. വെരി നൈസ്, നല്ലോണം പാടുന്നുണ്ട് കേട്ടോ, വെരി നൈസ്. അപ്പൊ എന്തായാലും നമ്മൾ തുടക്കം ഇട്ടേക്കുന്നത് ഒരു അടിപൊളി പാട്ടിലൂടെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 0423824991. അത് പറഞ്ഞപ്പോഴേക്കും നമുക്ക് കോൾ വന്നു. ഓക്കെ, തുടങ്ങിക്കോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? പറയൂ. ഇത് ലക്ഷ്മി ഷാർജയെന്നാണ്. ലക്ഷ്മി ഷാർജ. അത് ലക്ഷ്മി, എന്തൊക്കെയാണ് വിശേഷം? സുഖം. നമ്മുടെ ഓണമല്ലായിരുന്നു? അതെ, ഓണത്തിന്റെ ഹാങ് ഓവർ ഇപ്പോഴും വിട്ടിട്ടില്ലല്ലോ. ഇന്ന് ഷഹനാസിന് ഒരു സ്പെഷ്യൽ എനർജിയാണ്. ഓണം എന്ന് പറയുമ്പോഴേ ഷഹനാസിന്റെ എനർജി ഇങ്ങനെ കൂടിക്കൊണ്ടുവരും. അത് പനി എന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഭയങ്കര എനർജറ്റിക്. ലക്ഷ്മി, എങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷം? അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞേ ഞങ്ങളോട്. അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ. എല്ലാരും അതല്ലോ പറഞ്ഞു, ഇപ്രാവശ്യം എന്തോ അടിപൊളി എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ തുടക്കം ഭയങ്കര വിഷമമായിരുന്നു. പോയില്ല, നാട്ടിലല്ലേ ആഘോഷം. അവിടെ അതല്ല നമ്മള് മൊത്തം അങ്ങനെയുള്ള വിചാരിക്കുക. പിള്ളേരെയൊക്കെ ചീത്ത പറഞ്ഞു, അവന്മാര് സ്കൂളെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. ഞങ്ങള് കസിൻസ് എല്ലാം കൂടെ ഒരു കസിന്റെ വീട്ടിൽ കൂടി അവിടെ ഞങ്ങൾ സദ്യയെല്ലാം വിളമ്പി എല്ലാരും കൂടെ ഇലയിട്ട് ഭയങ്കര ഒത്തൊരുമല്ലേ. പിന്നെ സെറ്റ് സാരിയും സെറ്റ് മുണ്ടോ കൊടുത്ത് ഒരു ഫാഷൻ ഷോ, പിന്നെ പലതരം അത്തപ്പൂടി, ഗണപതി, അല്ലാത്തത് ഇങ്ങനെ. ലക്ഷ്മിയുടെ ആ ഒരു സംസാരത്തിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പറയുമ്പോ നമ്മളത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഒക്കെ നോക്കിയിട്ട് അത്ര ഒത്തില്ലെങ്കിലും ഞങ്ങൾ ഒപ്പിച്ച്. അതാണ്, ഞങ്ങളും അതിന് മോശമല്ലായിരുന്നു. റീലൊക്കെ ഞങ്ങൾ പിന്നെ അവസാനം മഞ്ജു വാര്യരുടെ പാട്ടൊക്കെ എടുത്ത് ഞങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്ത് നന്നായിട്ട് ഓണാഘോഷിച്ചു ഫ്രണ്ട്സിന്റെ കൂടെ. നടു ഒന്ന് നൂത്ത് എഴുന്നേറ്റ് നിന്നപ്പോ കുറെ കസിൻസിന്റെ കുറെ പിറുങ്ങിണികളുണ്ട്. കാലിന്റെ ഇടയിൽ കൂടെ വന്ന ആ പൂവെല്ലാം കൂടെ എടുത്ത് തല ചങ്ക് പൊട്ടിപ്പോയി. അല്ല, എത്ര കഷ്ടപ്പെട്ടിട്ട പൂക്കളം അല്ലേ. ഗണപതിയുടെ കണ്ണില്ല, ഒറ്റ
പക്ഷെ അതും ഒരു രസമല്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു കഴിയുമ്പോ അത് ആലോചിക്കുമ്പോ എന്ത് രസമായിരിക്കും. രസമാണ്. രണ്ട് മറക്കാത്ത ഓർമ്മകളായിട്ട് കൈ ഓങ്ങിയപ്പോഴത്തെ പല്ലൊക്കെ കാണിച്ച് തിരിച്ച് എന്നെ അങ്ങ് മയക്കി. പിന്നെ ഒന്നും ചെയ്തില്ല. അത് പക്ഷെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ കൂടി ആഘോഷിക്കുന്ന ഓണമാണ്. അത് ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിക്കും. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ കൂടി എല്ലാവരുടെ ഇലയിട്ട് നമ്മൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കുമ്പോ തന്നെ നമുക്ക് ഫീൽ തന്നെയാണല്ലേ അയ്യോ ഒരുമിച്ച് കഴിക്കുമ്പോ ഉള്ളത്. തളരും നമ്മള്. ഞങ്ങളെല്ലാരും സോഫയിൽ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞല്ലേ ഇടാ. ബാക്ക് ഒരു കഥയോ ചെയ്താലോ. അങ്ങനെ ഞങ്ങള് റാസൽ കമയിൽ ഒരു ഫാം ഹൗസിൽ പോയി. അങ്ങനെ 1 നൈറ്റ് സ്റ്റേ അവിടെ. രാത്രി ഞങ്ങള് ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഞങ്ങളെല്ലാം പാട്ടൊക്കെ പാടി. ലക്ഷ്മിയുടെ സങ്കടം ആളും ഉണ്ടായിരുന്നു. എന്തോ നിങ്ങളുടെ അവിടത്തെ നിരഞ്ജനും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പൊളിച്ചടുക്കിയപ്പോ നിരഞ്ജേട്ടൻ പിന്നെ പാട്ടിന്റെ ആളാണല്ലോ. ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. മൈക്ക് സെറ്റൊക്കെ ഞങ്ങൾ അലറി വീലി. ഇപ്പൊ സങ്കടം എല്ലാം മാറിയില്ലേ? മലയാളീസ് ആണെന്ന് അവർക്ക് ഉറപ്പായിട്ട് മനസ്സിലായി കാണും. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് തിരിച്ചു വന്നു. അടിപൊളി. എന്തായാലും സങ്കടം എല്ലാം മാറിയില്ലേ? പിന്നെ എന്ത് സങ്കടം. അതല്ല, ഓണത്തിന്റെ ആ ഒരു തുടക്കത്തിലുള്ള സങ്കടം എല്ലാം മാറി കിട്ടിയില്ലേ? അതൊക്കെ മാറി. ഇതാണ് പറയുന്നത്. ഓണത്തിനുള്ള ഒരുക്കം. അതിന്റെ ഇടയിൽ ഇനി ആഘോഷമില്ലേ? അടുത്ത ആഘോഷം. ശരി. അപ്പൊ ഇന്നലെ കഴിയുമ്പോ വിചാരിക്കും അടുത്ത ഓണം അതുപോലെ സെലിബ്രേറ്റ് ചെയ്യാനല്ലേ വെയിറ്റ് ചെയ്തിരിക്കും. ഇന്ന് 3ാം ഓണം അല്ലേ? ദീപാവലി വരും, നവരാത്രി വരും, അതാണ് എല്ലാ ആഘോഷങ്ങളും നമ്മള് അടിപൊളിയാക്കും. ഇന്ന് ലക്ഷ്മി ഇന്ന് 3ാം ഓണം അല്ലേ? അവിട്ടമല്ലേ? ആഘോഷിച്ചു വെറുതെ വിട്ടില്ല. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രവാസികളായിട്ട് നിൽക്കുമ്പോ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെയുള്ള ഗ്യാതറിങ്സ് ആണ്. അതെ, ഇവിടെ ആകെ അതല്ലേ ഉള്ളൂ അല്ലെ? ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ. സദ്യയുണ്ട്, തിരുവോണ സദ്യ. അതാ ചേച്ചി, അത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഷഹനാസും ഞാനും അതിലും ഞങ്ങൾക്ക് ആ ഒരു ഫീല് ഞങ്ങൾ ശരിക്കും കിട്ടി. അതെ, പിന്നെ നിരഞ്ജൻ ചേട്ടനും കൂടെ പാട്ടിന്റെ ഉസ്താദാണ് ആള്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഓണവിശേഷം ഞങ്ങളോട് പങ്കുവെച്ചു. നമുക്ക് ഗെയിം കളിച്ചാലോ? ശരി, അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റോപ്പ് പറഞ്ഞു. ജി കെ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജി കെ എന്നുള്ള ചോദ്യം ചോദിച്ചാലോ? അതെ, ചോദിക്കാം. വരട്ടങ്ങോട്. ഓക്കെ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓക്കെ, വയനാട്, ഇടുക്കി, പാലക്കാട്. പാലക്കാട്. ആഹാ, എനിക്ക് ഇങ്ങനെ ഉത്തരവൊക്കെ പറയാൻ ഇങ്ങനെ താമസമൊന്നുമില്ല. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യണം ഡിഗ്രി കഴിയുമ്പോഴ്. ഓക്കെ, ഞങ്ങളുടെ. അപ്പൊ എന്തായാലും ഉത്തരമാണ്, ശരിയാണ്. അത് ഉറപ്പല്ലേ? ശരിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ ഷഹനാസ്? അതെ, അടുത്ത ചോദ്യത്തിലേക്ക്. സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റോപ്പ്. ഓക്കെ, മ്യൂസിക് ആണ്. എന്താണ്? മ്യൂസിക് ആണ്. ഇമേജ് ആണോ വന്ന് അല്ലെ? ഏതാണ്? ഹലോ, ഏതാ വന്നേ? മ്യൂസിക് ആണോ ഇമേജ് ആണോ? ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ഷഹനാസിന്റെ എനർജി അങ്ങോട്ട് വരുന്നില്ല, അതാണ് അത് കറങ്ങാത്തത്. കറങ്ങുന്നില്ല. ഷഹനാസിന്റെ എനർജി കൊടുത്തേ. ഞാൻ ഇന്നാലും സ്റ്റാർട്ട് സ്റ്റോപ്പ് പറഞ്ഞ ഒരാളെ വിളിച്ച് സ്റ്റോപ്പ് പറഞ്ഞോ? സ്റ്റോപ്പ്. ജി കെ. ഷഹനാസിന്റെ എനർജി ഇപ്പൊ ഭാര്യ അങ്ങോട്ട് വെതറും. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ, വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ ശാസ്ത്രീയ കലകളിൽ പെടാത്തത് ഏത്? കൂടിയാട്ടം, കൃഷ്ണ. ശാസ്ത്രീയ കലകളിൽ പെടാത്തത് ഏത്? ഈ 3 ഓപ്ഷനിൽ ഏതാണ് കേട്ടോ? കൂടിയാട്ടം, കൃഷ്ണനാട്ടം, കുമ്മാട്ടിക്കളി. ഇതിൽ ശാസ്ത്രീയ കലകളിൽ പെടാത്തത് കേട്ടോ? ലാസ്റ്റ് പറഞ്ഞത് കുമ്മാട്ടിക്കളി ആണോ? കുമ്മാട്ടിക്കളി. നമുക്ക് നോക്കാം അല്ലേ?
നോക്കിയിട്ട് ഇപ്പൊ അറിയാൻ ഓ പറ്റും. കറക്റ്റ് ആണ്. അടിപൊളി. കണ്ടിട്ടുണ്ട്. ആ അമ്പലത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കുമ്മാട്ടി പാലക്കാട് കുരിശ്ശേരി പ്രദേശങ്ങളിലെ എല്ലാ അമ്പലങ്ങളിലും ലക്ഷ്മി ചേച്ചി ആള് ഭയങ്കര സൂപ്പർ കേട്ടാ. ഒരുപാട് അറിവുകളൊക്കെ ഉണ്ട്. സൂപ്പർ. അപ്പൊ എന്തായാലും ഇനി 2 ചോദ്യം നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒറ്റ ഒരു ചോദ്യം കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ? സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റോപ്പ്. ജി കെ ആണ്. അപ്പൊ ജി കെ എന്നുള്ള ലാസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കാം. ABC രാജ്യത്തിൽ പെടാത്ത രാജ്യമേത്? ഓക്കെ, ABC രാജ്യത്തിൽ പെടാത്ത രാജ്യമേത്? അമേരിക്ക, ബ്രസീൽ, ചിലി. ABC കൺട്രീസിൽ പെടാത്ത രാജ്യം. അതെ, പെട്ടെന്ന് പറഞ്ഞോ, 5 സെക്കൻഡ് കൂടിയേ ഉള്ളൂ. എന്തൊക്കെയാ പറഞ്ഞ? അമേരിക്ക, ബ്രസീൽ, ചിലി. പെട്ടെന്ന് ടൈം കഴിയുന്നു. ചിലി. ഓക്കെ, ചിലി നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പം ചിലി നമ്മൾ ലോക്ക് ചെയ്യാണ്. തെറ്റിപ്പോയി, അമേരിക്ക ആയിരുന്നു കേട്ടോ. സാരമില്ല ലക്ഷ്മി ചേച്ചി, എന്തായാലും നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ വിളിച്ച് ഒരുപാട് ഓണവിശേഷങ്ങൾ പങ്കുവെച്ചു. അപ്പൊ ഇനി അങ്ങോട്ട് ആഘോഷമാക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. ഓക്കെ, എന്ത് പറ്റി? വെള്ളം വേണം? നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. ഒരു ബ്രേക്ക് അത്യാവശ്യമുണ്ട് നിരഞ്ജൻ ചേട്ടാ, പ്ലീസ് ഒരു ബ്രേക്ക് പ്ലീസ്. താങ്ക് യു. പപ്പ ലീവ് കിട്ടിയോ? ഇല്ലടാ മോനെ. മനസ്സറിയാൻ എല്ലാം പറയണമെന്നില്ല. ടൈം എക്സ്പ്രസ് കാർഗോ, യുവർ പെർഫെക്റ്റ് കാർഗോ പാർട്ട്ണർ. A division of M Group. Call toll free 800-2746. ഞാനൊരു പാട്ടു പാടാം. ഈ കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? എന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. Rhythm Consultancy presents Hit Melody Dreams powered by UBL TV. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. മലയാളം അല്ലെങ്കിൽ തമിഴ് നിങ്ങളുടെ 2 ഡിഫറെന്റ് ജോണർ എന്നുള്ള പാട്ടുകൾ 1 minute ഡ്യൂറേഷൻ. റോ വീഡിയോ ആയിരിക്കണം. നോ കരോക്കെ, നോ സൗണ്ട് എഫക്ട്, നോ ഏജ് റെസ്ട്രിക്ഷൻ. നിങ്ങളുടെ വീഡിയോസ് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ ലിങ്ക് hello@melodydreams.a അയച്ചു കൊടുക്കുക. തിരഞ്ഞെടുക്കുന്ന 5 ലക്കി കണ്ടസ്റ്റൻസിന് ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ ഈവന്റിൽ സെലിബ്രിറ്റി സിംഗേഴ്സിന്റെ കൂടെ പാടാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അത് മാത്രമല്ല, അവരുടെ കൂടെ ഒരു ഈവനിംഗ് കൂടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. This is Hit Melody Dreams powered by UBL TV. വെൽക്കം ബാക്ക് ടു 3 in 1. യെസ്, അപ്പം എന്തായാലും നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഓടി തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ. എന്തോ എൽവിൻ എവിടെയാണ്? എൽവിൻ, നീ ഭയങ്കര ജാടയായിട്ടൊക്കെ വന്ന് ഭയങ്കര വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചുറ്റിനും പെണ്ണുങ്ങളൊക്കെ ആയിട്ട്. എൽവിൻ, നമുക്കൊരു പുതിയ ആള് കൂടിയുണ്ട്, ഷെഹനാസ്. ഷെഹനാസിന് ഒരു ഹായ് പറഞ്ഞേ. ഹായ്. എന്റെ പേരെന്താ? എൽവിൻ. ഹായ് എൽവിൻ. ഹായ്. എൽവിൻ നമ്മുടെ സ്ഥിരം കോളറാണ്. ഞാനും ഷെജിയുള്ള കോൾ. നമ്മൾ ആക്ച്വലി ഞങ്ങളുടെ ബേസിലാണ് എൽവിൻ വിളിക്കുക. എൽവിൻ കൂടുതലായിട്ടും വിളിക്കുക. അപ്പം എന്തായാലും എൽവിൻ ഇന്ന് വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അതെ, അതിന് മാത്രമേ അതെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇതുവരെ ചെയ്തല്ലൊന്നും വിളിച്ചിട്ടില്ല. അതല്ലേ പെനീന്ന് വിളിച്ചത്. എന്താ? അല്ല, വേറെ എവിടെയും പ്രതീക്ഷിക്കേണ്ട. വേറെ എങ്ങും പ്രതീക്ഷിക്കേണ്ടാണ്. ഉള്ളടുത്ത് മാത്രമേ എൽവിൻ ഉള്ളൂ അല്ലേ? എൽവിൻ ഞാനും ഷെജി ഉള്ള സ്ഥലത്താണ് വിളിക്കുന്നത് മൊത്തം. എൽവിൻ, സിബ്ലൈന്റെ വിശേഷം പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആ വീഡിയോ കണ്ടു കേട്ടോ. വെരി നൈസ്. കണ്ടല്ലേ? ആ, ഒരു പരീക്ഷ എന്തായാലും ചെയ്യണം. അതെ, സിപ്പ് ലൈൻ ചെയ്യാൻ പോയി ആള്. ആണോ? അങ്ങനെ അതിന്റെ വീഡിയോ ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. ഇറ്റ്സ് വെരി നൈസ്. ഓ, പിന്നെ വേറെ എങ്ങനെ ഓണമൊക്കെ അടിച്ചു പൊളിച്ചാ? ഞാൻ കണ്ടു ഡാൻസ്. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? അഭിപ്രായം കറക്റ്റ് ആയിട്ട് പറയണം. അടിപൊളി, സൂപ്പർ ഡാൻസ്.
എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഡാൻസ് കണ്ടിട്ട് എന്താണെന്ന് അഭിപ്രായം പറയണോ അത് ഓണത്തിന്റെ ഒരു ഞാൻ തിയേറ്റർ കണ്ടില്ലേ തിയേറ്റർ കണ്ടു തീയിട്ടവൻ ഫയർ ഓക്കെ പിന്നെ നാട്ടിലവരെല്ലാം നല്ല ആഘോഷോ അവിടൊക്കെ അടിച്ചുപൊളിച്ചു ആണോ ഞങ്ങളും എന്തായാലും നല്ല രീതിയിൽ ആഘോഷിച്ചു എൽവിൻ എന്തായാലും ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു എനിക്ക് ARM മൂവിയുടെ എന്താ ചേച്ചി ഇന്നലെ നട്ടപ്പാതിരിക്ക് പായസം ഉണ്ടാക്കിണ്ടായിരുന്നു പായസം കിട്ടിയ എവിടെ കിട്ടാൻ അവള് തനിയെ ഉണ്ടാക്കി കഴിച്ചു ആ അതെ അവള് കുക്കിങ്ങിനൊക്കെ പറഞ്ഞിട്ട് പായസം അമ്പലപ്പുഴ ആർക്കറിയാതെ ഏത് അവസ്ഥയിലായി അമ്പലപ്പുഴ പാൽപ്പായസം പിന്നെ കുഴപ്പമില്ല അതെ നമുക്ക് ആർക്കും തരാത്തോണ്ട് കുഴപ്പമില്ല ഇനി നെക്സ്റ്റ് ടൈം അവളെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിപ്പിക്കാം അതുകൊണ്ടാണോ ഒന്നും വരാതിരുന്നത് ആന്ന് തോന്നുന്നു കേട്ടോ അത് കുടിച്ച അങ്ങനെ ഒരു ചാൻസ് ആവാം അത് ചിന്തിച്ചു നോക്കണോ എനിക്ക് നീ ആദ്യം ARM മൂവിയുടെ ഒരു റിവ്യൂ ഒന്ന് പറഞ്ഞേ എനിക്ക് ഭയങ്കര ഞാൻ 3D കണ്ടത് പക്ഷെ എനിക്ക് തോന്നുന്നു 3D കണ്ടിരുന്നാലും കുഴപ്പമില്ല തോന്നുന്നു 2D കണ്ടാലും അതിന് തോന്നുന്നുണ്ട് കാരണം 3D കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ചെറുതായിട്ട് തോന്നി ടോവിനോനൊക്കെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ തോന്നുന്നു ചില സമയത്ത് അപ്പൊ 3D കാണാതെ അപ്പൊ ഞാൻ കണ്ണാട പൊക്കി നോക്കും അതൊരു ഡിസ്റ്റർബ് ആണ് അല്ലെ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലാസ് കണ്ണാട വെച്ച് നോക്കുമ്പോ അത് പക്ഷെ ചില 2D കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പറയുന്നുണ്ട് എന്താ സംഭവം അറിയില്ല ഇവിടത്തെ ഇതിന്റെ ഒരു ക്ലാരിറ്റി അതെ പക്ഷെ മൂവിയുടെ റിവ്യൂ നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് മൂവി എങ്ങനെയുണ്ട് നല്ല പടം എനിക്ക് ഇഷ്ടപ്പെട്ടു ആണല്ലേ നമ്മുടെ ടോവിനോന്റെയും അതിലൊരു പെണ്ണുണ്ടല്ലോ നായിക ഓക്കെ മറ്റേ ഇവിടെ സുരഭി അല്ല മറ്റേ അജയന്റെ മനസ്സിലായി അത് റൊമാൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു ആണോ ആഹാ ഓക്കെ എന്തായാലും ഞങ്ങൾ ARM കാണാണ്ടിരിക്കും നീ കിഷ്കിന്താ കണ്ടോ അത് കണ്ടില്ല അത് ഓവർ ആര് പറഞ്ഞു നല്ല മൂവിയാന്ന് കേൾക്കുന്നുണ്ട് കേട്ടാ നല്ല സ്റ്റോറിയാണ് ഇല്ല ഞാൻ കാണാൻ പോവാ അതെ എന്തായാലും ഞാൻ ഇന്ന് പോകുന്നില്ല എനിക്കൊരു ഞാനൊരു മനുഷ്യജീവിയല്ലേ ഓണമൊക്കെ ആഘോഷിന്റെ ക്ഷീണം ഞാൻ ഇന്ന് വിചാരിച്ച ഒരു അവധിയെങ്കിലും കിട്ടുമെന്ന് പക്ഷെ രാവിലെ എണീറ്റ് പോയ പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ മൺഡേ ആയി പോയില്ലേ മീറ്റിംഗ് കൂടെ ലീവ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഓഫീസിൽ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞിങ്ങനെ പോയിരുന്നു ഓക്കെ എന്തായാലും എൽവിൻ നീ വിളിച്ചല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം എന്തായാലും ഒരു ഓണാശംസകൾ ഞാൻ ഇപ്പൊ അങ്ങ് പറയുന്നത് കേട്ടോ അതെ ഇന്ന് വിളിച്ചോണ്ട് എന്തായാലും ഹാപ്പി ഓണം അതെ പോയി അയ്യോ ഞാൻ അതിന്റെ റീൽസ് ഉണ്ട് കൊറേ ചിരിച്ചിരിക്കണം എന്ത് കോമഡിയാണ് എനിക്ക് ആ ആളെ ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ആ കോമഡി കരിക്കില്ലല്ലോ എന്തായാലും അടിപൊളി അപ്പൊ ഒരു ഓണം കൂടി നമ്മൾ എല്ലാരും ആഘോഷിച്ചു അപ്പൊ ഇനിയും ഒരുപാട് ഓണങ്ങൾ വരാം നമുക്ക് ഇവനെ UAE പിന്നെ ഇനി ഓണം അങ്ങോട്ട് ഡിസംബർ വരെ ഓണം വൈബ് മാറില്ല അതെ എൽവിൻ അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോയാലോ ഓക്കെ സ്റ്റാർട്ട് പറഞ്ഞു സ്റ്റോപ്പ് ഒന്നും കൂടി പറ പൊളിറ്റിക്സ് ആണ് എടാ നിനക്ക് ഇഷ്ടമുള്ള ടോപ്പിക് തന്നെ വന്നേ ഏത് ടോപ്പിക് കൊടുത്താലും ഭയങ്കര കോൺഫിഡൻസ് ആണ് ആള് ഫുള്ള് ഭയങ്കര എനർജറ്റിക് ആണല്ലോ അതാണ് ഓക്കെ അപ്പൊ പൊളിറ്റിക്സ് എന്നുള്ള ചോദ്യം എന്താ വരുന്നു കേട്ടോ ഇപ്പൊ വരും നിനക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞപ്പോഴേ അവിടെ ആൾക്കാർ ചിന്തിക്കുക ഏത് ടൈപ്പ് ഓഫ് ഏത് ക്വസ്റ്റ്യൻ കൊടുക്കും നല്ല കുറച്ച് ടഫ് ഉള്ളത് തന്നെ കൊടുത്തോളൂ ടഫ് കൊടുത്താലും ഈസി കൊടുത്താലും ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടാ ഇത് വെച്ചോളെ തോറ്റ് കൊടുക്കില്ല അതെങ്ങനെയാണെന്ന് അറിയോ കോൺഫിഡൻസ് ലെവൽ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഉത്തരം ശരിയാവുമെന്ന് കുറച്ച് പറയും എന്തായാലും അതാണ് എൽവിൻ പിന്നെ കോൺഫിഡൻസ് ലെവലിന്റെ ആളാണ് അല്ലേടാ അതാണ് അങ്ങനെ വേണം എന്തായാലും ഓണത്തിന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു എനിക്ക് പണ്ടൊരു പ്രേമുണ്ടായിരുന്നു ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ആണോ പിന്നെ പറയാൻ എന്തായാലും ക്വസ്റ്റ്യൻ ഓക്കെ ചോദ്യം ചോദിച്ചു ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 12, 15, 17 വല്ലതും മനസ്സിലായോ മനസ്സിലായി ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളുടെ എണ്ണം ഏതെങ്കിലും പറഞ്ഞോ പെട്ടെന്ന് പറഞ്ഞോ 12, 15, 17
17. 17 ഞങ്ങൾ 17 ലോക്ക് ചെയ്യാണ്. 7 8. ആ കറക്റ്റ്. എടാ 12 ആയിരുന്നു. ആണോ? ആ 17 അല്ല 12. സാരിയില്ല, നമ്മൾ പിന്നെ ഒന്നിന് വിട്ടുകൊടുക്കൂലടാ. അല്ല പിന്നെ പോട്ടെ. എന്തായാലും എൽവിൻ ഒരുപാട് സന്തോഷം വിളിച്ചതിൽ കേട്ടോ. താങ്ക് യു. ബൈ പറഞ്ഞു. ഓക്കെ ബൈ എൽവിൻ. ബൈ ബൈ. ബൈ ബൈ. ബൈ, ഇനി വിളിക്കൂ കേട്ടോ. ഓക്കെ, അടുത്ത കോൾ ഉണ്ട്. ഒരു എനർജി ആയിട്ടും കൂടെ ഹലോ പറഞ്ഞു. ഹലോ ഹലോ, ഇതാരാണ് പറയൂ. ഇതാരാണ്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹാപ്പി ഓണം. ശശിയേട്ടനാണോ? അല്ല, ആരാണെന്ന്? ശശിയേട്ടനല്ല, അപ്പൊ വേറെ ആരോ ആണ്. സോറി, ഞാൻ ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഇക്ബാല്. ഓ ഇക്ബാലിക്ക. ആ ഇക്ബാലി, ഈ ശശിയേട്ടനെ ഇക്ബാലിക്ക, ഷെരീഫ് ഇവരെല്ലാരും വിളിക്കുമ്പോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും പേര്. ഇക്ബാലിക്ക മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. മോള് വിളിച്ചായിരുന്നു. ആ ലാസ്റ്റ് വീക്കാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ വിളിച്ചിട്ട് അവളാണ് എന്റെ ഫോൺ വാങ്ങിച്ചത്. ഇക്ബാലിക്ക് നമ്മുടെ സ്ഥിരം കോളറാണ് ഷഹനാസ്. ഷഹനാസ് സംസാരിച്ചോ ഇക്ബാലിക്കോട്? ഇക്ബാലിക്ക അത് എന്റെ വൈഫിനൊന്ന് സംസാരിക്കുന്ന പറയണ്ട. ഓക്കെ. എന്നാ കൊടുക്ക്. ഹലോ 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 ഹലോ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. എന്താണ് ഇത്രയും നാളായിട്ട് ഞങ്ങളോട് സംസാരിക്കാത്തെ? ഇല്ല, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാന് നാട്ടിലായിരുന്നു. മോള് നാട്ടില് പഠിക്കല്ലേ, അപ്പൊ ഇടയ്ക്ക് പോവും. അങ്ങനെയാണ്. മോള് തൃശ്ശൂര് ക്രൈസ്റ്റില് പഠിക്കുക. ക്രൈസ്റ്റില് പഠിക്കുക. ഇപ്പൊ വന്നിട്ട് എത്ര ദിവസമായി? ഇപ്പൊ വന്നിട്ട് ഒരാഴ്ചയായി. അപ്പൊ ഓണം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലേ? മോള് വന്നിട്ടുണ്ടോ? ആ മോളും വന്നിട്ടുണ്ട്. അടിപൊളി. മോളും ഉണ്ട്, മോനും മോന്റെ വൈഫും ഒക്കെ ഉണ്ട്. എല്ലാരും ഉണ്ടല്ലേ? അപ്പൊ എല്ലാരും കൂടിയാണ് ഓണം ആഘോഷിച്ചത്. പിന്നെ എല്ലാരും കൂടിയിട്ട് ഫ്രണ്ടിന്റെ ഒരു വീട്ടില് പോയിട്ട്. അത് വേറെ തന്നെ രസമല്ലേ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ? അതന്നെ അതന്നെ അതന്നെ. ഇത്തയുടെ പേരെന്താ? എന്റെ പേര് നൂർജഹാൻ. നൂർജഹാൻ, അടിപൊളി. പവർ ടീമാണ്. ഓക്കെ, എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സംസാരം. ഇക്ബാലിക്കയും മോളൊക്കെ നമ്മളെ സ്ഥിരം വിളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്തയുടെ വന്നിട്ടുണ്ടായിരുന്നു, വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു UBL വന്നിട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോ നമുക്ക് കാണാൻ പറ്റട്ടെ കേട്ടോ. ഇൻഷാല്ലാ. ശരി ശരി, ഓക്കെ. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്. ഓക്കെ ഓക്കെ, ഞാൻ ആളയില് കൊടുക്കാം. ശരി ശരി. ഹലോ ഹലോ. ഒരുപാട് സന്തോഷായി സംസാരിച്ചപ്പോ. ഇക്ബാലിക്ക് വിളിക്കും, മോളും വിളിക്കും. അപ്പൊ എന്തായാലും വൈഫിനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. മോള് പുറത്ത് വരിക, അല്ലെങ്കിൽ മോളിൽ പുറത്ത് തന്നെ. അത് വേണ്ട, അപ്പൊ ഇന്ന് അച്ഛനും അമ്മയും സംസാരിക്കട്ടെ നമ്മളോട് അല്ലേ? ഇക്ബാലിക്ക, എന്റെ ഓണത്തിന്റെ വിശേഷം പറ. എത്ര തരം പായസം ഉണ്ടായിരുന്നു ഓണത്തിന്? ഇന്നലെ 2 തരം പായസം ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെ പായസമായിരുന്നു? സർപ്രൈസ് സദ്യ വന്നിരുന്നു. ഇന്ന് ഓഫീസിൽ നിന്ന് സദ്യ ഉണ്ടായിരുന്നോ? സർപ്രൈസ് സദ്യ. അടിപൊളി അടിപൊളി. അപ്പൊ എത്ര സദ്യ കഴിച്ചു ഈ അടുത്തായിട്ട്? കഴിച്ചു. എത്രയെണ്ണം? ഇന്നലെയും കഴിച്ചു, ഇന്നും കഴിച്ചു. 2 എണ്ണം അല്ലേ? ആക്ച്വലി ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ലാസ്റ്റ് വീക്ക് തൊട്ടേ നമുക്ക് സദ്യ ഉണ്ടായിരുന്നു. വീക്കെൻഡ് അല്ല, സാറ്റർഡേ ഫ്രൈഡേ തൊട്ട് സദ്യ സ്റ്റാർട്ട്. അത് കഴിഞ്ഞ സാറ്റർഡേ കൊടുത്ത ആൾക്കാർ, ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞ സാറ്റർഡേ തൊട്ട് തുടങ്ങി. എന്നിട്ട് ആ ഒരു 1 വീക്ക് അവര് സദ്യ ഉണ്ടായിരുന്നു. ഫുള്ള് സദ്യ. അതെ. ഇവിടെ പിന്നെ ഇനി 3-4 മാസം അടുത്ത ക്രിസ്മസ് ആവുന്ന ഓണ സദ്യ കഴിക്കാം. അതെ, നമുക്ക് പിന്നെ ഫുൾ ഓണം വൈബാണ്. ഓണം 2-3 ദിവസം കൊണ്ട് തീരും. ഇവിടെ ഇനി അടുത്ത ചുരുങ്ങിയതൊരു ക്രിസ്മസ് വരെയെങ്കിലും ഓണം ഉണ്ടാവും. ഓണം കൂടാണ്ട് നമ്മൾ ഈ എല്ലാവരുടെ ഗ്യാദർ ചെയ്യുമ്പോ ഓണക്കളികളുണ്ടല്ലോ. കൊറേ ഇങ്ങനെ അത് തിരുവാതിര നമ്മൾ ആദ്യമൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇക്ബാലിക്ക. പക്ഷെ അവസാനം ഞങ്ങൾ പിന്നെ അവസാനം വേറെ പാട്ടിൽ എത്തിത്തീർന്നു. കളിച്ചില്ല, മറ്റേ ഡാൻസ് ചെയ്തു, വെസ്റ്റേൺ. അത് അവസാനം വേറെ പാട്ടൊക്കെ എത്തി. നമ്മൾ കുറെ ഡംഷറാട്സ് ഒക്കെ കളിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി എന്താണെന്നറിയോ? കുളംകര. പണ്ട് കളിക്കണേ, ഇപ്പൊ അടുത്തൊന്നും ഞാനത് കളിച്ചിട്ടില്ല. അടിപൊളി. പക്ഷെ കോമഡി, ഒരു രസമാണല്ലേ? അതെ അതെ. ഇക്ബാലിക്ക, പണ്ടത്തെ ഓർമ്മകൾ പറയുമ്പോ ഏതാണ് ഓണക്കളികളിൽ ഇഷ്ടമുള്ള കളി? അങ്ങനെ എന്തെങ്കിലും വടംവലിയൊക്കെ കളിച്ചിട്ടുണ്ടോ? ഓണക്കളികള് പറയുമ്പോ അങ്ങനെ പ്രത്യേകിച്ച്
ഈ പണ്ട് ഇക്ബാലിക്ക ഞാൻ ഈ ചെറുതിലെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഈ അവിടെ ഈ ഓരോ ക്ലബ്ബ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഓണ സമയത്ത് അപ്പൊ ഈ ചെറിയ കുട്ടികളൊക്കെ മിഠായി പറക്കല് അതുപോലെ തന്നെ സുന്ദരിക്ക് പൊട്ട് പിന്നെ സുന്ദരിക്ക് ബിസ്ക്കറ്റ് കടി അത് നൂലിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് ഇടും എന്നിട്ട് കടിക്കണം എന്നിട്ട് ഇങ്ങനെ അത് പൊക്കി കൊടുക്കും നമ്മൾ ചാടി കളിക്കണം പിന്നെ വടം വലിക്കുക. അതെ ഊറിയടി അതുപോലെ വേറെ രസമല്ലേ എല്ലാരും ഉണ്ടാവില്ലേ നാട്ടിലെ ഓണത്തിന് വടം വലിയില് വടം പൊട്ടി വടം പൊട്ട് വീഡിയോ വടം പൊട്ടിയ പിന്നെ വടം പൊട്ടു ഒത്തിരി തൊടി അത് അത്രയും പ്രോപ്പർ ആയിട്ടുള്ള വടം തന്നെ എടുക്കണം, അല്ലെങ്കിൽ പൊട്ടി കൈ വീഴും. ഓക്കെ, അപ്പൊ എന്തായാലും ഇക്ബാലിക്ക നമുക്ക് ഗെയിം ശരി ഓക്കെ. ഹലോ എന്തൊക്കെയാണ് വിശേഷം? ഞാനിപ്പോ ഇക്ബാലിക്കോട് ചോദിക്കായിരുന്നു മോൾ എന്തിയെന്ന്. പുറത്തു പോയിരിക്കായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട്. ടി വി മ്യൂട്ട് ചെയ്തോളൂ. അറിയില്ല, ടി വി മ്യൂട്ട് ടിവിയുടെ സൗണ്ട് അല്ല, വേറെ ആണോ? എന്തായാലും ഇപ്പൊ GK ആണ് കേട്ടോ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളേ. ഹലോ GK എന്നുള്ള ചോദ്യം ചോദിക്കാം കേട്ടോ. ഇതിൽ രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത്? ഓക്കെ, രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഉമയുടെ തപസ്യ, വീണ മീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തി. രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഒന്നില്ലേ? ഉമയുടെ തപസ്യ, വീണ മീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും. പിന്നെ അല്ല, അറിയില്ല. വീണയുടെ സ്ത്രീ. ഓക്കെ, വീണ മീട്ടുന്ന സ്ത്രീ. ഓ, കറക്റ്റ് ആൻസർ ഉമയുടെ തപസ്യ. അതെ, ഫസ്റ്റ് ഓപ്ഷൻ എ ആയിരുന്നു കേട്ടോ. സാരമില്ല, എന്തായാലും ഹാപ്പി ഓണം കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ. ബൈ. ഉമ്മയുടെ തപസ്യ അല്ലേ? എനിക്ക് എപ്പോഴേ തോന്നിണ്ടായിരുന്നു അതായിരിക്കും. അതെന്താണ്? കാരണം നമ്മള് സാധാരണ അങ്ങനത്തെ പിക്ചർ ഈ വീണ മീട്ടുന്ന സ്ത്രീയും ഹംസവും ദമയന്തി നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ. അപ്പൊ ഉമ്മയുടെ തപസ്യ അത് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ കോളിലേക്ക് പോവാം. അപ്പൊ ഒരു എനർജി എടുത്ത് ഹലോ ശൈലാമ്മ, നമ്മുടെ സ്വന്തം ആളെത്തിയിട്ടുണ്ട്. ശൈലാമ്മ പിന്നെ എല്ലാത്തിനും വിളിക്കും. നമ്മുടെ സ്വന്തം ഉമ്മയാണ് ശൈലാമ്മ. ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? വെളിയിൽ പോയി ഓണമുണ്ട്. പോയോ? അടിപൊളി. ഓക്കെ, സദ്യ എവിടുന്ന കഴിച്ചേ? റെസ്റ്റോറന്റിൽ നിന്നാണോ അതോ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയോ? ഇല്ല, ഹോട്ടലില്, റെസ്റ്റോറന്റ്. ഹോട്ടലിൽ പോയി കഴിച്ചു. ഓക്കെ, എത്ര പായസം ഉണ്ടായിരുന്നു? പായസം 2. ഇതൊക്കെ ഇപ്പൊ നമുക്ക് സദ്യന്റെ കൂട്ടിലേക്ക് ഇപ്പൊ അതല്ലേ ചോദിക്കാനോ? അതെ, അത് മാത്രല്ല, മാലിക് എവിടെ? ജിമ്മില്. ഈ ഒരു സമയം ഉണ്ടെങ്കിൽ മാലിക് പിന്നെ ജിമ്മിൽ കളിയില്ല. 6 പാക്ക് ആയിട്ടോ മാലിക് ഇനി വരാ. ഉത്സാഹം പോയി ഓണം ഉണ്ണാനൊക്കെ. അതെ. ശൈലാമ്മ, നമ്മുടെ ഓണത്തിന്റെ ടൈമിലുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടിരുന്നോ? കണ്ടല്ലോ ഞാൻ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ സുന്ദരി കുട്ടികളായിട്ടല്ലേ വന്നേ? നല്ല സുന്ദരിയായിരുന്നു. അതാണ് ചോദിച്ചു വാങ്ങാൻ. എന്നെ കണ്ടോ ശൈലാമ്മ? എന്നെ കണ്ടോ? ആദ്യമാണ് വിളിച്ചത് സനീഷ്. ഞാനുള്ള ദിവസം സനീഷനും റീനുവായിരുന്നു ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞ ഞങ്ങൾ വന്നത്. ആ ടൈമിലാണ് ശൈലാമ്മ വിളിച്ചത്. അതിനുശേഷം ഞങ്ങളുടെ ഷോ കണ്ടായിരുന്നോ? തോപ്പിക്കാൻ പാടാണ്, അതുകൊണ്ട് വിളിക്കൂ. സനീഷ് തോപ്പിക്കാൻ വലിയ പാടാണ്. അത് വിട്ടുതരത്തില്ല, വഴക്കൂടി കളയും. വിട്ടുതരൂല. ആളുടെ കളിക്കളം ഷോയില് ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. ആള് തന്നെ ജയിക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ട് അമ്മ പറഞ്ഞ വിളിക്കൂലെന്ന്. സമ്മതിക്കൂല. അത് തോപ്പിച്ചിട്ട് നിന്ന് ഡാൻസും ചെയ്യും അവിടെ നിന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ഇഷ്ടമാണ്, പക്ഷെ വിളിക്കാത്തതാണ്. അത് കാരണം നമുക്ക് കുറച്ച് ടഫുമാണ് അങ്ങനെ സംസാരിക്കുമ്പം, അതുകൊണ്ടാ. അത് സാരമില്ല, എന്തായാലും അടിപൊളി അമ്മ. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? പഴയതുപോലെ ഇങ്ങനെ പോണു. ആണോ? ഇന്ന് എന്താ ഡിന്നർ ഒക്കെ എന്താ അമ്മ ഉണ്ടാക്കിയേ? മാലിക്ക് വരുമ്പോ എന്തോ സ്പെഷ്യൽ എപ്പോഴും ഉണ്ടാക്കൂല്ലേ? കറി ഇരിപ്പുണ്ട്,
അതുകൊണ്ട് ഇൻസ്റ്റന്റ് പെറോട്ട ഇരിപ്പുണ്ട്. ഓ മട്ടൻ കറിയും പൊറോട്ട. ഓക്കെ അമ്മ, അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങിയാലോ? ഷഹനാസ് ചോദിക്കല്ലേ? ഗെയിം തുടങ്ങാം. സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ് പറഞ്ഞു. GK ആണ്. GK ആണ് നമ്മുടെ വീല് കറങ്ങി എത്തിയിരിക്കുന്നത്. അതിന് ഒരു 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 പായസം കുടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ വീല്. സ്ലോ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ഓപ്ഷൻ മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പി സ്വാമികൾ. യെസ്, മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. ഇച്ചിരി ചെറുതായിട്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം കണ്ടേനല്ലേ? ചട്ടമ്പി സ്വാമികൾ. ലോക്ക് ചെയ്യാം. കൺഫേം ആയോ? അമ്മ പറഞ്ഞു ചട്ടമ്പി സ്വാമികൾ അല്ലേ? നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റുന്നേ ഇല്ലെന്ന്. പക്ഷെ മന്നത്ത് പത്മനാഭനായിരുന്നു കേട്ടോ. അത് സാരമില്ല അമ്മ, നമ്മളെപ്പോഴും വിളിക്കുന്നത് വേറെ. ഓക്കെ അമ്മ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. മാലിക് വരുമ്പോ അന്വേഷണം പറയണം കേട്ടോ. ശരി, ഓക്കെ, ബൈ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഷൈലാമ്മയാണ് വിളിച്ചത്. അപ്പൊ അടുത്ത കോള്, നെക്സ്റ്റ് കോൾ. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? കേക്കാം, പറഞ്ഞോളൂ. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ശ്യാമാണ്. ശ്യാം എവിടുന്നാ വിളിക്കുന്നേ? ഞാനിവിടെ ദുബായ് തന്നെ. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ ശ്യാം? കേട്ടില്ല. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? അതെ. അവിടുന്ന് ആരും എക്കോ പോലെ പറഞ്ഞല്ലോ. അതെ, ആരാണത്? കൂടെ ആരോ ഉണ്ട് തോന്നുന്നു. അങ്കിളാണ്. ശ്യാം എന്താ ചെയ്യണേ? ഞാന് എഞ്ചിനീയറാണ്. അടിപൊളി. ഓക്കെ, എഞ്ചിനീയർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ആളുടെ ചിരി നോക്കിയ. പക്ഷെ ശ്യാമിന്റെ നല്ല വോയിസ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അതെ, പാട്ട് പാടുവോ? പാട്ട് ചെറുതായിട്ടൊക്കെ. വേഗം ഒരു പാട്ടിൽ തുടങ്ങിക്കോളൂ. നമുക്ക് കറക്റ്റ് ആളിലേക്ക് പാട്ട് പാടിയത്. അതെ, ശ്യാം നല്ലൊരു പാട്ട് പാടും. ശ്യാമിന്റെ അതിമനോഹരമായ ഒരു പാട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ആ ഓണത്തിന്റെ ആ ഒരു ഹാങ് ഓവർ ഒന്നും വിട്ടിട്ടുണ്ടാവില്ല. പാടൂ. പാട്ടൊന്നുമില്ല, ഏതെങ്കിലും ഒരു പാട്ട് പാട്, നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങൾക്കും വേണ്ടിയിട്ട്. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തേ. ഹലോ, പാടിക്കോ. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തേ പൊന്നെല്ലിൻ പൂങ്കരളേ. അപ്പറേ അടിപൊളി, നന്നായിട്ട് പാടി വന്നപ്പോഴേക്കും നിർത്താണ്. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ ഞങ്ങൾക്ക് പാടി തരണം കേട്ടോ, നല്ലതുപോലെ. പക്ഷെ ഇപ്പൊ നല്ലപോലെ പാടി. ആൻഡ് ഇറ്റ്സ് എ നൈസ് സോങ്. നല്ല വോയിസ് ആണ് കേട്ടോ. താങ്ക് യു. ശ്യാം, നമ്മളെ ദുബായിൽ എവിടെയാണ്? ഞാന് ഗിസൈസ് ആണ്. ഗിസൈസ് നമ്മുടെ തറവാടാണ്. ഞാനും ഗിസൈസിലാണ്. ഓക്കെ, അപ്പം ഒരുപാട് നാളായോ ശ്യാം ഇവിടെ? ഞാനിവിടെ ഒരു 3 years ആയി. 3 years ആയി. ഫാമിലി ആയിട്ട് ഇവിടെയാണോ? അത് എങ്ങനെയാണ്? ഞാൻ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ. ശരി. ഓക്കെ, പിന്നെ ഓണത്തിന്റെ വിശേഷം പറ ഞങ്ങളോട്. ഓണം എന്താ നന്നായി ആഘോഷിച്ചു. നന്നായി ആഘോഷിച്ചില്ലേ? ഓണമൊക്കെ എന്ത് നന്നായി ആഘോഷിച്ചെന്ന് പോകും. എന്ത് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഒരു സാധാരണ മലയാളിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സദ്യ കഴിക്കുക, അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ചാരി ഒന്ന് ഇരിക്കുക, അല്ലേ? ഒരു റീല് ഞാൻ കണ്ടതാണ്. ഒരു ശരാശരി മലയാളിയുടെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും ഭക്ഷണം കഴിക്കുന്നു, എവിടെങ്കിലും ഒക്കെ ചാരി കുറച്ച് സമയം. അതെങ്ങനെ കഴിക്കുന്ന മാതിരിയല്ലേ? നമ്മൾ ഇച്ചിരി കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മത്ത് പിടിച്ചു പോവില്ലേ? പക്ഷെ എന്തായാലും എല്ലാരും ആഘോഷിച്ചല്ലേ? നന്നായിരുന്നു. പക്ഷെ എല്ലാരും പറയണോ നന്നായി ആഘോഷിച്ചു. ശ്യാമു ആഘോഷിച്ചില്ലേ? പിന്നെ നന്നായി അടിച്ചുപൊളിച്ച് ആഘോഷിക്കും. അതൊരു സൺഡേയും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആഘോഷിക്കാനും റെസ്റ്റ് എടുക്കാൻ പറ്റും. പക്ഷെ മൺഡേ എല്ലാവർക്കും ഹാങ് ഓവർ കഴിഞ്ഞാണ് ജോബിനൊക്കെ പോകുമ്പോ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, എന്തായാലും ശ്യാം, പിന്നെ നാട്ടിലെവിടെയാണ് ശ്യാം? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂർ കടിയാണ്. നിങ്ങളുടെ നാട്ടിലെ ഒരു ഓണത്തിന്റെ ഓർമ്മകൾ എന്തെങ്കിലും പറയാവോ ശ്യാം? നാട്ടിലെ ഓണത്തിന് നമ്മള് ഈ പറഞ്ഞ പോലെ സദ്യ ഉണ്ടാക്കും, എല്ലാവരും ഒരുമിച്ച് കഴിക്കും തന്നെ. നിങ്ങളുടെ ക്ലബിലൊക്കെ അങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
ഞാനങ്ങനെ ക്ലബിലൊന്നും ശ്യാമിന്റെ ഇത് കണ്ടിട്ട് അത്ര ഇങ്ങോട്ട് അല്ലെ ആഘോഷിക്കുന്ന ആളല്ലേ? പഠിപ്പിച്ച കുട്ടിയെ പോലെ ഉണ്ട് നോർമൽ. ശ്യാം പഠിപ്പിച്ച കുട്ടിയെ പോലെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇങ്ങനെയാണെന്ന്. ഓക്കെ ശ്യാം, എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയല്ലോ. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താൽ. അറിയാവോ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണെന്ന്? ഞാനിങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കും, എനിക്കറിയില്ല, ഞാനിങ്ങനെ ഫസ്റ്റ് ടൈം കണ്ടതാണ്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞുതരാം. യെസ്, അപ്പൊ 1 മിനിറ്റിൽ ഞങ്ങൾ 3 ചോദ്യം ചോദിക്കും. ഓക്കെ, ഓരോ ചോദ്യത്തിനും 20 സെക്കൻഡ് സമയം മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞങ്ങള് ഇപ്പൊ ഈ എന്റെ സൈഡിൽ ഒരു വീല് കണ്ടല്ലോ, സ്റ്റാർട്ട് ശ്യാം പറയുമ്പോ സ്റ്റാർട്ട് പറയുമ്പോ അത് കറങ്ങും. ഓക്കെ, സ്റ്റോപ്പ് പറയുമ്പോ അതിന്റെ ആരോ വന്ന് ഒരു ടോപ്പിക്കിൽ നിൽക്കും. ഓക്കെ, അതിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ചോദ്യം ചോദിക്കും. ഓക്കെ, ആ ചോദ്യത്തിന് 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഗിഫ്റ്റ് ഹാമ്പർ, അതായത് നമ്മൾ തരാൻ പോകുന്നത് ഉജാലയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അല്ലെങ്കിൽ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിന്റെ ഒരു വൗച്ചർ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് ടൈമർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യും. ലൈവ് ആയതുകൊണ്ട് അവിടെ ടിവിയിൽ വരുമ്പോഴേക്കും കുറച്ചൊരു ഡിലേ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഞാൻ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു തരും ടൈമർ തീരുന്ന സമയവും തുടങ്ങുന്ന സമയവും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി. ഷൈനാസ് പറഞ്ഞോ. നമുക്ക് ചോദ്യത്തില് അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോളൂ കേട്ടോ, പെട്ടെന്ന് സ്റ്റോപ്പും പറയണേ. ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റാർട്ട്. പതുക്കെയാ കറങ്ങുന്നേ. സ്റ്റോപ്പ് പറഞ്ഞോളൂ. അത് നിന്റെ എനർജി പോരാന്നാ. സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ് പറഞ്ഞോ. ടി വി നോക്കണ്ട കേട്ടോ, ടിവിയിൽ ശ്രദ്ധിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ GK-യിലാണ് വന്ന് നിൽക്കുന്നത്. അതെ. അപ്പൊ ഷൈനാസ് GK എന്നുള്ള ചോദ്യം ചോദിച്ചാലോ? ചോദ്യം ചോദിക്കാം. വെയിറ്റ് ചെയ്യൂ, ഇപ്പൊ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, 1984 എന്ന നോവൽ എഴുതിയത് ആര്? ജോർജ് ഓർവെൻ, JK റൗളിംഗ്, ഏണസ്റ്റ് ഹെമിംഗ്വേ. കുഴപ്പമില്ല, ഓപ്ഷൻസ് ജോർജ് ഓർവെൽ. ഓക്കെ, നമുക്ക് ഓപ്ഷൻ എ ലോക്ക് ചെയ്യാം. ജോർജ് ഓർവെൽ ആണ് പറഞ്ഞത്. എന്റെ പേര് പെനീന ജോർജ് ബാബു എന്നാണ് കേട്ടോ. റൈറ്റ് ആൻസർ. അത്ര എനർജി പോരാ. റൈറ്റ് ആൻസർ. എനർജി. ശ്യാം അടിപൊളി. ആദ്യത്തെ ചോദ്യം തന്നെ ശരിയായിരിക്കാണ് കേട്ടാ. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ പഠിപ്പിച്ചാണെന്ന്. ശ്യാം ഓക്കെ, ടിവിയിൽ ഡിലേ വരുന്നോണ്ട് ശ്രദ്ധിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നീ സ്റ്റാർട്ട് പറഞ്ഞോളൂ കേട്ടോ. സ്റ്റോപ്പും പറയൂ. അപ്പൊ നന്നായി വീല് കറങ്ങുന്നുണ്ട്. സ്റ്റോപ്പ് പറയൂ. സ്റ്റോപ്പ്. കണ്ട, അത് കണ്ടപ്പോ വീലിന് മനസ്സിലായി. ഇനി ഞാൻ എല്ലാ എനർജി. അപ്പൊ വന്നിട്ടുള്ളത് നമ്മളുടെ ആരോ വന്നിട്ട് പൊളിറ്റിക്സ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ വായിക്കാൻ പോവാണേ, കേട്ടോണേ. സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം എവിടെ അവതരിപ്പിക്കാം? ഓക്കെ, ലോക്സഭ, രാജ്യസഭ, മന്ത്രിസഭ. എനിക്ക് തോന്നണത് മന്ത്രിസഭ ലോക്ക് ചെയ്തു. ഓക്കെ, പറഞ്ഞാ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല. പക്ഷെ മന്ത്രിസഭയിലല്ലായിരുന്നു, ലോക്സഭയില്. നോ പ്രോബ്ലം. ശ്യാം, യു പ്ലേഡ് റിയലി വെൽ. വിളിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. വിളിക്കൂ കേട്ടോ ശ്യാം. ആയിക്കോട്ടെ. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ഓണം. ബൈ. അപ്പം നമ്മുടെ ശ്യാം ആയിരുന്നു വിളിച്ചത് അല്ലെ? അപ്പൊ ഇന്ന് ആക്ച്വലി കണ്ടോ, ഷാനാസിന് എനർജി അങ്ങോട്ട് കയറിയപ്പോഴേക്ക് വീലൊക്കെ കറങ്ങി തല ഇറങ്ങി വീണ്. അപ്പൊ ഇനി എനർജിയിൽ അങ്ങ് പോവാം. അതാണ്, കറങ്ങട്ടെ. എന്തായാലും സമയം പോയത് അറിഞ്ഞതേ ഇല്ല ഷൈനാസ്. കണ്ട, അതാണ് നമ്മള്. എന്തായാലും നമുക്ക് ഒരുപാട് കോളേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നാരും വിന്നേഴ്സ് ആയിട്ട് വന്നില്ല എങ്കിലും നമുക്ക് വിന്നേഴ്സ് ആയില്ലെങ്കിലും നമുക്ക് ഇനിയും കോളേഴ്സിന് എടുക്കാനുള്ള സമയമുണ്ട്. അപ്പൊ അവര് വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 0423824991. ഇപ്പോഴും നമ്മുടെ ഇവിടെ ആങ്കർ ചെയ്യുന്ന കുറെ ആൾക്കാർക്ക് ആ നമ്പർ അറിയത്തില്ല. അതുകൊണ്ട് ഷൈനാസ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതെന്താ 0423824991. അതെന്തായാലും കലക്കി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കുറേ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവച്ചു. അപ്പം ഇനിയിപ്പോ നമുക്ക് പറയാനുള്ളത്, ഇനിയിപ്പോ അടുത്ത് എപ്പോഴാണ് ലീവ് വരുന്നതാണ് ഞാൻ കാത്തു നിൽക്കുന്നത്.
അത് ഈ നമ്മൾ 5 ദിവസം ജോലി ചെയ്തിട്ടേ നമ്മൾ ലീവ് കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണ്. അത് വെള്ളിയാഴ്ച വൈകിട്ട് എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഭയങ്കര രസമാവൂല്ലേ? ഒരു സുഖമല്ലേ? ചായ കുടിക്കാൻ പോവുക, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക, അതൊക്കെ ഒരു സുഖമാണ്. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങള് ഈ ഒരു ഓണം എന്ന് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും, എനിക്കാണെങ്കിൽ എന്റെ മമ്മി എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ടും സ്പെൻഡ് ചെയ്യും, ഫ്രണ്ട്സുമായിട്ടും. അപ്പൊ അതൊരു പ്രത്യേക അനുഭവമാണ് നമുക്ക് ലൈഫിൽ. ഇതൊക്കെയാണ് നമ്മൾ ചെറിഷ് ചെയ്യുന്ന മെമ്മറീസ്. അതാണ് ഷഹനാസ്. ഇപ്പൊ തന്നെ നമ്മൾ എവിടേക്കോ ഉള്ള ആൾക്കാർ ഒത്തുകൂടി നമ്മൾ എല്ലാവരോടും ആഘോഷിക്കുമ്പോ ഒരു സന്തോഷമല്ലേ? അതെ, ഇതൊക്കെ ഓർമ്മ പിന്നെ നമ്മൾ ഓർക്കുമ്പോ നല്ല രസമായിരിക്കും. ഇപ്പോഴത്തെ പിക്ചേഴ്സ് ഒക്കെ നമുക്ക് മെമ്മറീസ് ആയിട്ട് വരുമ്പോ അതൊക്കെ ഒരു ഭയങ്കര ഫീലിംഗ് ആണ്. അതെ. അപ്പൊ എന്തായാലും ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഷഹനാസിനോട് ഷോ ചെയ്യാൻ പറ്റിയതിലും. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് പെണ്ണിയുടെ കൂടെ ഷോ ചെയ്യാൻ പറ്റിയതിലും. അപ്പൊ എന്തായാലും നമ്മുടെ 3-in-1 എന്ന് പറയുന്നത് 3 ദിവസമാണ് അല്ലെ? ഏതൊക്കെ ദിവസം? മൺഡേ, ട്യൂസ്ഡേ, കോള് വരുന്നുണ്ട്. പക്ഷേ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആണ് ഞങ്ങൾ പറഞ്ഞു തീർക്കും. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ്? എന്റെ പേര് ശശികുമാർ. ശശികുമാർ എവിടുന്നാ വിളിക്കുന്നേ? ഷാർജ. നമ്മൾ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? അതെ, ഫസ്റ്റ് ടൈം. ഓ, ആദ്യമായിട്ടാണല്ലേ? ഓക്കെ. ഈ ശശി എന്നുള്ള പേര് കാരണം എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല. ഐ ആം പ്രൗഡ് ഓഫ് മൈ നെയിം. വെരി ഗുഡ്. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. കാരണം എന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും ഇങ്ങനെ ശശി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് പറയത്തില്ലേ? പക്ഷെ അത് നമ്മുടെ ഓരോരുത്തരുടെ പേരിന് ഓരോ അടുത്തല്ല അങ്ങനെ ഒരു ഇത് വന്നത്. ഒരു ട്രോളി ഇങ്ങനെ വന്നത്. പക്ഷെ എല്ലാരും ശശി എന്നാണോ, കുമാർ എന്നാണോ, അതോ ശശികുമാർ എന്നാണോ വിളിക്കുന്നത്? ഓഫീസിലൊക്കെ എല്ലാവരും ഫുൾ നെയിം ശശികുമാർ. അത് പിന്നെ നിങ്ങൾ പല നാഷണാലിറ്റീസും ഉണ്ടാവുമല്ലോ അല്ലെ? അതൊന്നും ആരും ചിന്തിക്കുന്നില്ലേ? അല്ല, അവർ അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ഫുൾ നെയിമാ വിളിക്കുക, ശ്രമിക്കുക. കാരണം ഈ പല നാഷണാലിറ്റീസ് അവർ ഒരിക്കലും ഷോർട്ട് നെയിം ആയിട്ട് വിളിക്കില്ല. പിന്നെ നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ അവർ അങ്ങനെ ഷോർട്ട് നെയിം ആയിട്ട് വിളിക്കുള്ളൂ. ഓക്കെ. അപ്പൊ നാട്ടിലെവിടെയാ? നാട്ടിലെവിടെയാണ്? കാഞ്ഞങ്ങാട്. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം നന്നായിരുന്നു. അവധിയായിരുന്നില്ല, അതുകൊണ്ട്. എങ്ങനെ, വീട്ടിലാണോ സദ്യ കഴിച്ചോ അതോ പുറത്തു പോയോ? ഇല്ല, ഞാൻ ഒരു കസിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തു. ഫാമിലി ഇവിടെ ഉണ്ടോ അതോ? ഇല്ല. ഓക്കെ. എവിടെയാ ശശികുമാർ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഫാമിൽ ദുബായിൽ വർക്ക് ചെയ്യാം. ദുബായിൽ. അപ്പൊ എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി വരുവാണോ, അങ്ങനെയാണോ? ഷാർജയിൽ നിന്ന് എപ്പോഴും ഡ്രൈവ് ചെയ്ത് വരുവാണോ അതോ? അല്ല, ക്യാബ് ഉണ്ട്, അതിൽ വന്ന് പോവാണ്. ഓക്കെ. കമ്പനി ക്യാബ് ആണോ? അതെ. ഓക്കെ. അത് ഒരു കണക്കിന് നല്ലതാ. കയറി നമുക്ക് തിരിച്ചു വരുമ്പോൾ ഉറങ്ങുകയൊക്കെ ചെയ്യാലോ അല്ലേ? അതെ. ടെൻഷൻ ഇല്ല, പിക്ക് ചെയ്യാൻ വരും ഡ്രോപ്പ് ചെയ്യുന്നുള്ള ഒരു സമാധാനം ഉണ്ടാവും. അതെ, ആ ടെൻഷൻ. അതെ. ഒരുപാട് നാളായോ ഇവിടെ ദുബായില്, UAE-ല്? ഒരു 10 വർഷത്തിൽ. നൈസ്. അത് ഈ സെയിം കമ്പനി തന്നെ ആയിരുന്നോ? അല്ല, ഇതെന്റെ 3rd കമ്പനിയാണ്. ശരി. ഓക്കെ. അപ്പൊ നമുക്ക് ഗെയിമിനെ കുറിച്ചൊക്കെ അറിയോ? എന്താ അറിയാമല്ലോ അല്ലെ? അപ്പൊ എന്നാ സ്റ്റാർട്ട് പറഞ്ഞോളൂ കേട്ടോ. സ്റ്റാർട്ട്. വീല് കറങ്ങുന്നില്ല. ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ്. GK ആണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ശശികുമാർ. താങ്ക് യു. ശരി. അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാം. 1977 തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയ വ്യക്തി ആര്? ഓക്കെ. നന്ദിനി സപ്തതി, ജഗ്ജീവൻ റാം, രാജ് നാരായൺ. പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. രാജ് നാരായൺ. കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞല്ലോ. അറിയായിരുന്നോ? വായിച്ച പോലെ. ഓക്കെ, ശരി. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ആ വായന ശരിയായി കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നുകൂടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. കറങ്ങട്ടെ. സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ്. ഓക്കെ. GK ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഇപ്പൊ ഷഹനാസ് ഇപ്പൊ ചോദ്യം ചോദിക്കാം. ഓക്കെ. സെജം ഏത് രാജ്യത്തിലെ പാർലമെന്റ് ആണ്? സെജം ഏത് രാജ്യത്തെ പാർലമെന്റ് ആണ്? ഉക്രൈൻ. സെജം. ഉക്രൈൻ, പോളണ്ട്, ട്യൂണീഷ്യ. പെട്ടെന്ന് പറയൂ കേട്ടോ. സെജം, ഉക്രൈൻ, പോളണ്ട്, ട്യൂണീഷ്യ. പോളണ്ട്. ഓക്കെ, നമുക്ക് പോളണ്ട് ലോക്ക് ചെയ്യാണ്. ഓക്കെ, ഓക്കെ. 2 ചോദ്യങ്ങൾക്ക് അങ്ങനെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സ്റ്റാർട്ട് പറഞ്ഞോളൂ.
സ്റ്റാർട്ട്. സ്റ്റാർട്ട്. കണ്ടോ, അത് പറഞ്ഞപ്പോൾ കറങ്ങി. കണ്ടോ, അതിനറിയാം. സ്റ്റോപ്പ് പറഞ്ഞോളൂ കേട്ടോ. നീ ഞങ്ങളെ പോലെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. സ്റ്റോപ്പ് പറഞ്ഞു. മൂവീസ് ആണ് കേട്ടോ. മൂവീസ്. ഓക്കെ, ആ, മൂവീസ് എന്നുള്ള ചോദ്യം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യമാണ്. ഓക്കെ, സമ്മാനം അടിക്കണം കേട്ടോ. ശ്രമിക്കാം. ആ, ശരി. അപ്പൊ ചോദ്യം വരട്ടെ. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമ. ഓക്കെ, ഓപ്ഷൻസ്. സ്വയംവരം, യവനിക, എലിപ്പത്തായം. സ്വയംവരം, യവനിക, എലിപ്പത്തായം. സ്വയംവരം. സ്വയംവരം. ഓക്കെ. ഒരു സിനിമ KG ജോർജാണ്, മറ്റേ കൺഫ്യൂഷൻ. അപ്പൊ സിനിമയിൽ കൊള്ളാലോ, നല്ല കില്ലാടിയാണ്. ആ, ഓക്കെ. സ്വയം. എന്താണ് ഉത്തരം? കറക്റ്റ് ആണോ? സ്വയംവരം. 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 ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. നമ്മുടെ ഗിഫ്റ്റ് കൊണ്ടുപോയി. കൺഗ്രാറ്റുലേഷൻ ശിവകുമാർ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഞങ്ങളുടെ ഇന്ന് ആദ്യത്തെ വിന്നറാണ് കേട്ടോ. അതെ, സോ മച്ച്. ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, ആരും വിന്നറായില്ല. ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ട്രൈ ചെയ്ത് വെറുതെ ആയില്ല. ആൻഡ് നാളെ നമ്മുടെ 800 ശശികുമാർ നാളെ എന്തായാലും 800 825 എന്ന നമ്പറിലേക്ക് വിളിക്കണം. വിളിച്ചിട്ട് ഏത് ഗിഫ്റ്റ് ആണ് അത്, നമുക്ക് 2 ഗിഫ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഉജാലയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ, അതുപോലെ തന്നെ ഗ്രീൻ ഒലിവിന്റെ ഒരു ബ്യൂട്ടി സലൂണിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ്. അതിൽ ഏത് ഗിഫ്റ്റ് ആണ് കിട്ടുന്നതെന്ന് നാളെ വിളിക്കുമ്പോൾ പറയും. ഓക്കെ, ഓക്കെ. ഞാൻ വിളിക്കണോ അല്ല എന്നെ വിളിക്കുന്നു പറഞ്ഞു? ഈ നമ്പറിലോട്ട് വിളി 800 825 825. ഓക്കെ, 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 നാളെ വിളിക്കണേ. ഓക്കെ. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ബൈ ബൈ. ബൈ. അങ്ങനെ വിന്നറായി. അതെ, അപ്പൊ ഞങ്ങൾക്ക് ഒരു വിന്നറെ കിട്ടി. അതെ, അപ്പൊ ഒരു കോൾ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പെട്ടെന്ന് പറഞ്ഞോളൂ, എന്താണ് പേര്? കേട്ടില്ല. പേര് പറയൂ, പേര് പറയൂ. എന്റെ പേര് സുബിൽ എന്നാണ്. സുബിൽ. സുബിൽ നമ്മളെ നേരത്തെ വിളിച്ചില്ലേ? സുബിൽ അല്ലേ മറ്റേ അത്തപ്പൂക്കളത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞേ? ഞാൻ തന്നെ. ആ, മറ്റേ ക്ലോത്ത് കട്ട് ചെയ്ത്. തുണി കൊണ്ടുള്ള. യെസ്, അജ്മാൻ. പെർഫെക്റ്റ്. സുബിലിന് അന്ന് സമ്മാനം അടിച്ചില്ല അല്ലേ? ഇല്ലെന്നേ. സാരയില്ല. ഇനി ഒരുപാട് സമ്മാനങ്ങൾ വിളിക്കൂ, ഇനിയോ ഇഷ്ടംപോലെ കിട്ടാൻ കിടക്കുമല്ലേ. പോകാൻ തന്നെ വിളിച്ചത്. ഓക്കെ, അപ്പൊ സുബിൽ ഞാൻ സമയം ഒട്ടും കളയുന്നില്ല. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ നേരത്തെ വിളിക്കണം, കാരണം ഇപ്പൊ സമയം തീർന്നു പോയത് കൊണ്ടാണ്. നമുക്ക് ഗെയിം കളിച്ചാലോ? ഓക്കെ, ശരി. സ്റ്റാർട്ട് പറഞ്ഞോളൂ കേട്ടോ. സ്റ്റാർട്ട്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞോ. സ്റ്റാർട്ട്. പതുക്കെ കറങ്ങുന്നുള്ളൂ. സ്റ്റോപ്പ്. എന്താണ് വീലൻ എന്റെ പ്രശ്നം? സ്റ്റോപ്പ് പറഞ്ഞോ. GK ആണ് വന്നിട്ടുള്ളത്. GK ആണ് കേട്ടോ. ഓക്കെ. ഷൈനാസ എനർജി വാരി അങ്ങ് വിതറി കൊടുത്തു. ഓക്കെ, ക്വസ്റ്റ്യൻസ് വരൂ. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആര്? കേട്ടില്ല. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫിർദൌസി, ഒമർ ഖയാം, റൂമി. പേർഷ്യൻ ഹോമർ. ഹോമർ, യെസ്. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആര്? ഫിർദൌസി, ഒമർ ഖയാം, റൂമി. പെട്ടെന്ന് പറഞ്ഞോളൂ. ഏതെങ്കിലും ലോക്ക് ചെയ്തോ? നോ പ്രോബ്ലം. പെട്ടെന്ന്. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആര്? പെട്ടെന്ന് സമയം കഴിഞ്ഞു. ഫിർദൌസി. ശരി. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, സുബിൽ ടൈമറിന്റെ മുന്നേ പറയണം കേട്ടോ. ഓക്കെ, ഷുവർ. കാരണം നമ്മുടെ ലൈവ് ആയതുകൊണ്ട് ടിവിയിൽ കാണുന്ന ടൈമും കുറച്ച് നിങ്ങളുടെ അവിടുന്ന് സ്റ്റുഡിയോ എക്കോ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ ക്ലിയർ ആവുന്നില്ല. TV മ്യൂട്ട് ചെയ്തോളൂ. TV ഒന്ന് സൗണ്ട് ഞാൻ TV മ്യൂട്ട് ആണ്. ശരി. അപ്പൊ ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടാ മതി കേട്ടോ. ഓക്കെ, ഷുവർ. ശരി, അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റാർട്ട്. ആൻഡ് സ്റ്റോപ്പ്. GK ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ വരട്ടെ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ്. രാജാ രാമണ്ണ, ഹോമി ജെ ബാബ, രാമചന്ദ്ര ദത്താത്രേയ. ഇന്ത്യൻ അണുബോംബ്. ദത്താത്രേയാണ്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ്. ഓപ്ഷൻസ് ഒന്നും കൂടെ ഒന്ന് പറയാവോ? രാജാ രാമണ്ണ, ഹോമി ജെ ബാബ, രാമചന്ദ്ര ദത്താത്രേയ. ഇന്ത്യൻ അണുബോംബിന്റെ ഹോമി ബാബ. തെറ്റിപ്പോയി. ഓപ്ഷൻ A ആണ് കേട്ടോ. രാജാ രാമണ്ണ. സാരമില്ല, നമ്മൾ അടുത്ത പ്രാവശ്യം വാങ്ങും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഒരു കോളും കൂടെ ഉണ്ട്. പെട്ടെന്ന് ഹലോ പറഞ്ഞു. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ടി വി മ്യൂട്ട് ചെയ്തോ. ഹലോ, ആരാണ് പറയൂ. ഹലോ ഹലോ, ആരാണ്? അനീഷാണ്. അനീഷ്. അനീഷ് എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ അലീന്. അനീഷ്, ഈ സമയം 8:30 വരെ എവിടെ ആയിരുന്നു? ചുമ്മാ ഇരിക്കുവല്ലേ ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് കുറച്ച് മുന്നേ വിളിക്കണ്ടേ? ഞങ്ങൾ 7:30 തൊട്ട് 8:30 വരെ ആയിരുന്നു. ആണോ? അപ്പൊ ഞങ്ങള് കൊച്ച് ഇങ്ങനെ വിളിച്ചതാ. ആണോ? അപ്പൊ അനീഷിനെ ഇങ്ങനെ നമ്മള് വിളിച്ചു കഴിയുമ്പോ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുന്നത്? അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്തതാ. ആദ്യമായിട്ടല്ലേ വിളിക്കുന്നേ? ആദ്യമായിട്ടാ വിളിക്കുന്നത്. അനീഷ്, അപ്പൊ വെൽക്കം ടു 3-in-1 ആൻഡ് വെൽക്കം ടു UBL ഫാമിലി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് ഗെയിമിലേക്ക് പോവാം. അതെ, സമയപരിമിതി മൂലം അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ചോദിക്കും. ഇപ്പൊ നമുക്ക് സമയമില്ല, അതുകൊണ്ട് അതാ നമ്മൾ പെട്ടെന്ന് ഗെയിമിലേക്ക് പോവാം. അനീഷ് എവിടെ? നാട്ടില് പെട്ടെന്നൊന്ന് പറഞ്ഞോ. നാട്ടില് പാല. അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും അനീഷ്, വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇവിടെ വൈഫ്, കൊച്ച്. അടിപൊളി. അപ്പൊ വൈഫിന്റെ പേര്? പേര് വീണ. മോള് ഇവാനി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഹാപ്പി ഓണം പറഞ്ഞേക്കൂട്ടോ. അതെ, സമയം കുറവായതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ഗെയിമിലോട്ട് പോകും. അതെ, അഡ്വാൻസ് ആയിട്ട് പറയാ, പെട്ടെന്ന് ഗെയിമിലോട്ട് പോകാം കേട്ടോ. ഓക്കെ അനീഷ്, അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റോപ്പ് പറഞ്ഞോളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ. സ്റ്റോപ്പ് പറയൂ. സ്റ്റോപ്പ്. TV ശ്രദ്ധിക്കണ്ട കേട്ടോ. അനീഷ്, ഗെയിം കളിക്കുന്നത് എങ്ങനെയാന്ന് അറിയില്ലേ? ഓക്കെ, വൈദ്യുതി കണ്ടുപിടിച്ചത് ആരാണ്? ചോദ്യമാണ്. വൈദ്യുതി കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ, ഐസക് ന്യൂട്ടൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മൈക്കൽ ഫാരഡേ. ഓക്കെ, ഫൈൻ. ഓപ്ഷൻ എ നമ്മൾ ലോക്ക് ചെയ്യാണ്. തെറ്റിപ്പോയി കേട്ടോ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആയിരുന്നു ശരിയായ ഉത്തരം. അടുത്ത പ്രാവശ്യം വിളിക്കും, അപ്പൊ നമുക്ക് ഫുള്ള് കൊണ്ടുപോകാം ഗിഫ്റ്റ് ഒക്കെ. ഓക്കെ അനീഷ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. ബൈ അനീഷ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ചടപടയെന്ന് കോൾ എടുക്കണം. കുറെ ടൈം പോയത് അറിഞ്ഞില്ല അല്ലെ, കുറെ കോളേഴ്സ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഒരു സമയം പോലും മിണ്ടാതിരുന്നിട്ടില്ലല്ലോ ഷേനാസ്. ഇല്ല. അപ്പൊ എന്തായാലും ഇന്നൊരു മൺഡേ ആയിട്ട് നമ്മുടെ ഓണം, അതിന്ന് 3-ാം ഓണമാണ്, അവിട്ടമാണ്. അപ്പൊ ഇന്നും നമുക്ക് ഈ ഓണം എന്ന് പറയുന്ന 10 ദിവസം അങ്ങനെ നമുക്ക് അങ്ങനെയില്ല. ഈ ഒരു പ്രവാസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ഓണമാണ് അല്ലെ ഷേനാസ്? അപ്പൊ എന്തായാലും ഓണം ഡിസംബർ വരെ ഓണം അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കാം. അതെ, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതെ, ഓണാശംസകൾ. അപ്പൊ ഇന്ന് നിങ്ങളോടൊപ്പം ഞാനും പെനീനയും ഷെഹനാസുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. വിളിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് പോകാൻ സമയമായി. അതെ, അപ്പൊ ഞങ്ങൾ ഇന്ന് പോവുകയാണ്. ബൈ ഫ്രം പെനീന ആൻഡ് ഷെഹനാസ്. ഗുഡ് നൈറ്റ്.